ലോകത്തെ പ്രബുദ്ധമാക്കാൻ വേണ്ടിയുള്ള മഹാത്മാ രാഹുൽ ഗാന്ധിയുടെ ഘോഷയാത്രകൾ തുടരുകയാണ്. ഇക്കുറി അദ്ദേഹം പോയത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലെ ബെർലിനിൽ അതിമഹത്തരമായിട്ടുള്ള ഒരു പ്രഭാഷണം, വിദ്വജ്ജനോചിതമായിട്ടുള്ള പ്രഭാഷണം എന്നൊക്കെ പറയുമല്ലോ, അത്തരം ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തി ജർമ്മനിയിലെ ജനങ്ങളെയെല്ലാം ഉദ്ബുദ്ധരാക്കി. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് വെറും കള്ളമാണ്, കാപട്യമാണ്, വ്യാജ നിർമ്മിതിയാണ്. ഇതാണ് പറഞ്ഞതിൻ്റെ സ്പിരിറ്റ്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞതുപോലെ ബെർലിനിൽ ചെന്ന് സായിപ്പന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ത്യയെക്കുറിച്ചും തൻ്റെ പാർട്ടിയെക്കുറിച്ചും തൻ്റെ പാർട്ടിയുടെ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളങ്ങുന്ന വിജയത്തെക്കുറിച്ചുമൊക്കെ അമ്പേ മറന്നുപോയെന്ന് തോന്നുന്നു. കാരണം തൊട്ടു മുമ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന നമ്മുടെ മഹത്തായ പഞ്ചായത്തി രാജ് ഭേദഗതി ബില്ലിൻ്റെ ഭാഗമായിട്ട് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണിത്. അതാണ് ചരിത്രപരമായ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം നേടിക്കൊണ്ട്, അവർ പോലും പ്രതീക്ഷിക്കാത്ത വിജയം നേടിക്കൊണ്ട് UDF അതിൻ്റെ ആഘോഷങ്ങൾ തുടരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്കാണ് തൻ്റെ ഒരു ഘോഷയാത്രയിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ മുഴുവൻ അപലപിച്ചുകൊണ്ടൊരു പ്രഘോഷണം അദ്ദേഹം ജർമ്മനിയിലെ ബെർലിനിൽ നടത്തിയത്. എന്തായാലും വളരെ സന്തോഷം. അദ്ദേഹം തുറന്നു പറഞ്ഞല്ലോ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം മുഴുവൻ കള്ളത്തരമാണ്, വ്യാജ നിർമ്മിതിയാണ്, BJPയുടെ വ്യാജ നിർമ്മിതിയാണെന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും, അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വ്യാജവും മറ്റേത് സത്യവുമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതെങ്കിൽ ഇതും നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. വ്യവസ്ഥാപിതമായിട്ടുള്ള പഞ്ചായത്തി രാജ് അമെൻഡ്മെൻറ്റ് ആക്ടിലൂടെ വന്നിട്ടുള്ള വികേന്ദ്രീകരണത്തിന് പ്രധാന സ്ഥാനം നടത്തുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിലാണ് വിഖ്യാതമായിട്ടുള്ളൊരു വിജയം കോൺഗ്രസ് പാർട്ടി കൈവരിച്ചത്. അതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി അതിൻ്റെ അപനിർമ്മിതി നടത്തിയിരിക്കുന്നു. ജർമ്മനിയിൽ പോയിട്ട്, ബെർലിനിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ക്രമക്കേടുണ്ടെന്ന്. അതായത് നിയമസഭയിലും അല്ലെങ്കിൽ പാർലമെൻറ്റിലും മാത്രമുള്ള തെരഞ്ഞെടുപ്പ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുണ്ട്. ബെർലിനിൽ നടന്ന പരിപാടിയിൽ വെച്ചാണ് ഇതല്ലാതെ കോളേജിലെ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളല്ല. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ വർത്തമാനം ഞാൻ ഏറ്റുപറയുന്നതേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ പൂർണ്ണ തോതിൽ അതിക്രമം നേരിടുകയാണ്. അതിക്രമം എവിടെ നിന്നാണ് നേരിടുന്നത്? വിദേശത്തൊന്നും അല്ല, BJPയിൽ നിന്ന് അതിക്രമം നേരിടുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ UDF വൻപിച്ച വിജയം കൈവരിച്ചത്. അവയെ BJP ആയുധമാക്കുകയാണ്. കാരണം BJP തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റേത് ആയുധമാക്കി. അങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ചത്. ഇപ്പോൾ കോൺഗ്രസിനോടൊരു പ്രത്യേക വാത്സല്യവും CPMനോടൊരു പ്രത്യേക വൈരാഗ്യവും എന്തായാലും BJPക്ക് ഉണ്ടെന്നും കൂടി അതിൽ നിന്ന് എന്തായാലും വ്യംഗ്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ധ്വനി അതിനകത്ത് അടങ്ങിയിട്ടുമുണ്ട്. ഇനി തുടരുന്നുണ്ട് അദ്ദേഹം. അന്വേഷണ ഏജൻസികളായ ED, അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, അങ്ങോട്ടും പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അന്വേഷണം. CBI എന്നിവ BJP രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനായി ഉപയോഗിക്കുകയാണ്. BJP അവരെയൊക്കെ തകർക്കാനായിട്ട് ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുക. ED, CBI എന്നിവ BJP രാഷ്ട്രീയ എതിരാളികളെ. അതിൻ്റെ രാഷ്ട്രീയ എതിരാളികളെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? BJP അല്ലാത്തതല്ല. അതിനെയെല്ലാം തകർക്കാൻ വേണ്ടി ED ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ CBI ഉപയോഗിക്കുന്നു. ED അന്വേഷണത്തിൽ കർണാടകത്തിൽ ഒരു BJP MLA അറസ്റ്റിലാണ്. അത് അവർ മറന്നുപോയി. അത് അദ്ദേഹം ഓർത്തില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം അത് പത്രം വായിച്ച് കാണില്ല. ഒരു MLA അറസ്റ്റില്ല. ഒരു സ്ട്രൈക്കിംഗ് റേറ്റ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. അന്വേഷണം നടത്തുന്ന കേസുകളിലൊന്നും ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ ജയിലിലിടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ് ED അന്വേഷിച്ച് ക്രമക്കേട് കണ്ടെത്തിയ ഒരു BJP MLA. അതുപോലെ തന്നെയാണ് NDA മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പ്രോജ്വൽ രേവണ്ണ അവിടെ തടവറയിൽ കിടക്കുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലാണ് അത് കണ്ടെത്തിയത്. അപ്പോൾ ഇതിനെല്ലാം തകർക്കാൻ, അപ്പോൾ BJPയുടെ എതിരാളികൾ BJP തന്നെ ഉണ്ടെന്നൊരു അർത്ഥം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ NDA തന്നെ വരുന്നുണ്ടെന്നും ഈ ബുദ്ധിജീവി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. പിന്നെ കോൺഗ്രസ്
അവിടെയാണ് ഏറ്റവും അതിൻ്റെ ഒരു ആൻറ്റി ക്ലൈമാക്സ്. കോൺഗ്രസ് ഇവയെ രാജ്യത്തിൻ്റെ സ്വത്തായി കണ്ടു. രാജ്യത്തിൻ്റെ സ്വത്തെന്ന് പറഞ്ഞിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണ്. EDയെയും അതുപോലെ തന്നെ CBIയെയും രാജ്യത്തിൻ്റെ സ്വത്തായി കണ്ടു. ഇതിൽ എനിക്കുള്ള ഒരു സംശയം, അദ്ദേഹത്തെ കാണുവാണെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് ED എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനൊരു സാധനം ഉണ്ട്. IT ചിലപ്പോൾ കേട്ടിരിക്കുക. ITക്കും അത്ര പ്രാധാന്യമില്ല. ഇൻകം ടാക്സ് തരുന്നവർ തന്നാൽ മതി എന്നൊരു നിലപാടിലായിരുന്നു അന്ന് IT. കർശനമായിട്ടുള്ള നമ്മുടെ പാൻ നമ്പരൊക്കെ ചോദിച്ചുകൊണ്ടും അക്കൗണ്ടുമായിട്ട് ഇൻകം ടാക്സിനെ ലിങ്ക് ചെയ്തുകൊണ്ടുമുള്ള ഒരു സമ്പ്രദായമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എത്ര വേണമെങ്കിലും കള്ളപ്പണം കൊണ്ടുവന്ന് സ്വിസ് ബാങ്കിൽ പോകണ്ട, നമ്മുടെ രാജ്യത്തെ ബാങ്കുകളിൽ തന്നെ ഇടാമായിരുന്നു. അത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സാധനമില്ല. ഇതൊന്നും IT ഡിപ്പാർട്ട്മെൻറ്റ് അറിയുകയില്ല. പക്ഷേ നമ്മളിപ്പോൾ ഏത് നിക്ഷേപം കൊണ്ട് ബാങ്കിലിട്ടാലും IT ഡിപ്പാർട്ട്മെൻറ്റ് അത് അറിയും. ഇവൻ എത്രമാത്രം വരുമാനം സമ്പാദിക്കുന്നുണ്ടെന്നുള്ളത് അറിയും. അന്വേഷണം വരികയും ചെയ്യും, ടാക്സ് പിടിക്കുകയും ചെയ്യും. അങ്ങനെ കള്ളത്തരവൊന്നും പറ്റുകയില്ലാത്ത ഒരവസ്ഥ. റിട്ടേൺസ് കൊടുത്തില്ലെങ്കിൽ അതുപോലും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമ്പ്രദായം. നിങ്ങൾ അധിക വരുമാനം കൈക്കലാക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണം വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഒരന്വേഷണം വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി IT റിട്ടേൺസ് ഒന്നും സമർപ്പിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ വരുമാനമില്ലാത്ത ഒരു പാവം ദരിദ്ര നാരായണനാണെന്നുള്ളൊരു നിഗമനത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എത്തിയത്. അത് വ്യാജമാണെന്ന് പിന്നെ തെളിഞ്ഞു. ഇതിന് ഒരുപാട് വ്യാജങ്ങൾ അതിനെക്കുറിച്ചുള്ളത് വരുന്നുണ്ട്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല സത്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹത്തിന് എങ്ങനെ മറ്റുള്ളവർ സഹായം കൊടുത്തുന്നു എന്നുള്ളതും. ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, എല്ലാ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളും കൂടി ഉൾപ്പെടുന്ന വൽപ്പിച്ച ഒരു കോക്കസിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതിലേക്ക് പോകുന്നില്ല. നമുക്ക് രാഹുൽ ഗാന്ധിയിലേക്ക് മടങ്ങിയാൽ, ഇനി രാജ്യത്തിൻ്റെ സ്വത്തായിട്ട് കണ്ടു EDയെയും അതുപോലെ തന്നെ CBIയെയും. ശരിയാണത്. CBI രാജ്യത്തിൻ്റെ സ്വത്തെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന തൻ്റെ കുടുംബത്തിൻ്റെ സ്വത്തെന്നാണ്. തൻ്റെ കുടുംബമാണ് രാജ്യം, രാജ്യം തൻ്റെ കുടുംബമാണ്. അതായത് CBI ഗാന്ധി കുടുംബത്തിൽ, നെഹ്റു കുടുംബത്തിൽ, ഗാന്ധിയുടെ പേര് നമ്മൾ പറയാൻ പാടില്ല, നെഹ്റു കുടുംബത്തിൽ എന്ത് അഴിമതി നടന്നാലും അത് കണ്ടില്ലെന്ന് നടിക്കും. അതിന് ഒത്താശ ചെയ്ത് കൊടുക്കും. ഒരന്വേഷണവും ധൈര്യമായിട്ട് തീവട്ടിക്കൊള്ള നടത്താം. ഒരു ശീലമായിപ്പോയി. അങ്ങനെയാണല്ലോ നാഷണൽ ഹെറാൾഡിൻ്റെ മുഴുവൻ ആസ്തികളും പാവപ്പെട്ട കോൺഗ്രസ്കാരോട് പിരിച്ച തുക വരെ സ്വന്തം കുടുംബത്തിൻ്റെ വരുമാന മാർഗമാക്കി സൂത്രത്തിലടിച്ചു മാറ്റിയത്. അപ്പോൾ CBI തങ്ങളുടെ സ്വത്ത് സമ്പാദനത്തിനുള്ള ഒരു ഉപകരണമാക്കി മാറ്റി. അതിനെയാണ് അന്ന് കൂട്ടിലടച്ച തത്ത എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. കോടതി തന്നെ വിശേഷിപ്പിച്ചു, കൂട്ടിലടച്ച തത്തയാണ് CBI. അങ്ങനെ അന്നായിരുന്നു. ഇന്ന് പാണ്ഡൻ നായ ഉണ്ടല്ലോ, പല്ലിന് ശൗര്യമുള്ള ഒരു പാണ്ഡൻ നായ, അതായിട്ട് മാറിയിട്ടുണ്ട് CBI. അത് തിരിച്ചറിയുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് CBIയെ തങ്ങൾക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വേദനയാണ് അവിടെ പോയി പ്രകടിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ED അന്വേഷണം നടത്താതിരുന്നാൽ നെഹ്റു കുടുംബത്തിന് ഇഷ്ടം പോലെ സ്വത്തുകൾ അനധികൃതമായി സമ്പാദിക്കാമല്ലോ. റോബർട്ട് വാദ്രയ്ക്ക് ഹരിയാനയിൽ പോയി കോടികളുടെ റിയൽ എസ്റ്റേറ്റ്, കൃഷിഭൂമിയെ റിയൽ എസ്റ്റേറ്റ് ആക്കി മാറ്റിക്കൊണ്ട് കോടികൾ ധനസമ്പാദനം നടത്താമല്ലോ. അദ്ദേഹം ഇപ്പോൾ ഒരു ചേർത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ റോബർട്ട് വാദ്ര പറയുന്നത് രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും കൊള്ളില്ലേയും പ്രിയങ്ക വാദ്ര വരണം അടുത്ത കോൺഗ്രസ് നേതാവായിട്ടും പ്രധാനമന്ത്രിയാവാനും യോഗ്യത. ഇപ്പോൾ കുടുംബത്തിൽ ആ കലഹം തുടങ്ങിയിട്ടുണ്ട്. അതും വേറൊരു കഥയാണ്. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. BJP അത് പ്രതിപക്ഷ വേട്ടയ്ക്കുള്ള ഉപകരണം. അത് നെഹ്റു കുടുംബം എന്ത് കള്ളം കാണിച്ചാലും CBIയോ EDയോ അനങ്ങാൻ പാടില്ല. അതാണ് രാജ്യത്തിൻ്റെ നിയമം. അങ്ങനെയായിരുന്നു നിയമം. I am the rule എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ളൊരു ഭരണം അവിടെ നടത്തുന്നു. അവരെന്ത് ചെയ്താലും അത് തെറ്റല്ല. അതിനെ അംഗീകരിക്കുക ED, CBI. അങ്ങനെയായിരുന്നു കോൺഗ്രസ് ഭരണകാലം. അതെല്ലാം മുഴുവൻ നശിപ്പിച്ചു BJP വന്നിട്ട്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടന്നു, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ തുടർന്ന് വന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പിലും വോട്ട് മോഷണം നടന്നിട്ടില്ലേ? കേരളത്തിന് എങ്ങനെ എക്സെപ്ഷൻ കിട്ടുന്ന? കാരണം BJP ആണല്ലോ അപ്പോഴും ഇപ്പോഴും എല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു ജർമ്മൻ ഭരണകൂടമല്ലല്ലോ അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. അപ്പോൾ അതും വ്യാജമാണെന്നുള്ളത് വ്യംഗ്യമായിട്ട് ഉദ്ബോധിപ്പിക്കുകയാണ്, മലർന്നു കിടന്ന് തുപ്പുകയാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നീതിയുക്തമല്ല. എവിടെ പിന്നെ നീതിയുക്തമല്ല എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങളിലൊന്നും നീതിയുക്തമല്ല എന്നയാൾ പറഞ്ഞിട്ടില്ല. പക്ഷേ വ്യംഗ്യമായിട്ട് അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് ആവില്ലേ? ഹിമാചൽ പ്രദേശിലും നീതിയുക്തമല്ല,
രാഹുൽ ഗാന്ധി എവിടെ ജയിച്ചാലും അത് നീതിയുക്തമല്ല എന്ന് പറയില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇന്ത്യ അപ്പോഴും ഇപ്പോഴും അവിടെയും ഇവിടെയും ഭരിച്ചിരുന്നത് എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണെന്നതുകൊണ്ടും തീർച്ചയായിട്ടും അതിൻ്റെ വ്യംഗ്യം, അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലേ വരുന്നത്? അനുക്ത സിദ്ധമല്ലേ, അത് പറയാതെ തന്നെ മനസ്സിലാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. BJP എന്തായാലും രംഗത്ത് വന്നിട്ടുണ്ട് രാഹുലിൻ്റെ പരാമർശങ്ങൾക്കെതിരെ. വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇദ്ദേഹം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രധാനമന്ത്രി കസേരയിൽ അദ്ദേഹത്തെ ഒന്ന് പിടിച്ചിരുത്തി അദ്ദേഹം നാവടക്കും. അതുവരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. മലർന്നു കിടന്നു തൊട്ടും അന്യ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ നാണക്കെടുത്തിക്കൊണ്ടിരിക്കും. നമ്മളാരെങ്കിലും നമ്മുടെ അമ്മയുടെ കുറ്റം പോയിട്ട് മാനം മര്യാദയ്ക്ക് അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന ആരെങ്കിലും സ്വന്തം നാടിൻ്റെ കുറ്റം ചെന്ന് അടുത്ത നാടുകളിലോ അന്യനാടുകളിലോ എന്ന് പറയാറുണ്ടോ? പറയാറില്ല. അമ്മയ്ക്ക് പിറന്ന മക്കൾ അങ്ങനെ പറയാറില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായവും പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം കേട്ട് നമുക്കതും കേൾക്കാം. പലതും നമ്മൾ കേൾക്കുന്നില്ലേ? ആ കൂട്ടത്തിൽ ഇതും കേൾക്കാം. തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു കോമഡി ആയിട്ടോ ട്രാജഡി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ സ്വീകരിക്കാം. എന്തായാലും നല്ല രസമുണ്ട് ഇദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾ ഉണർത്തുന്ന പുതിയ അറിവുകൾ, ഉദ്ബോധനങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.